ജയിൽ കുടീരങ്ങളെ, ജയിൽ കുടീരങ്ങളെ, മരുമോനെ മുഖ്യനാക്കുവാൻ, മരുമോനെ മുഖ്യനാക്കുവാൻ. ഈ മനോഹര ക്ഷേത്രത്തിൽ വേണോ ഇനിയൊരു ഭരണം കൂടി. നമസ്കാരം. നമസ്കാരം. നമ്മൾ 7 പാരഡികളെ കുറിച്ച് സംസാരിച്ചു. 7 പാരഡിയും ഭയങ്കര ഹിറ്റായിരുന്നു. ഇപ്പൊ വീണ്ടും 3 കൂടി ഉണ്ടല്ലേ? മൊത്തം 10 ഞാൻ ഇത്തവണ എഴുതിയത്. എഴുതാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഓരോന്നോരോന്നായി കാണും, അപ്പം തന്നെ എഴുതും. എപ്പോഴാ വരുന്ന അറിയില്ല. രാത്രി കിടന്നുറങ്ങുന്നതിരിക്കും പെട്ടെന്ന് ഉണർന്നിട്ട് ഇത് എഴുതാൻ തോന്നുക, അപ്പം ഇരുന്ന് എഴുതും. ചിലപ്പോൾ ഉറച്ചൊക്കെ എഴുതുക, ചിലപ്പോൾ രാവിലെ ഇവിടെ വന്നിട്ടായിരിക്കും എഴുതുക, ഓഫീസിൽ വന്നിട്ടായിരിക്കും എഴുതുക. പക്ഷെ എഴുതുമ്പം എനിക്ക് കൃത്യമായി ഇങ്ങനെ വരും, ഈ പാട്ടിന് ഇന്ന പാരഡിയാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കറിയാം ജയിൽ കുടീരങ്ങൾ. അത് ഏത് പാട്ടിനുള്ളതാണ്? ബലി കുടീരങ്ങളെ എന്ന് പറഞ്ഞാൽ പ്രശസ്തമായ നാടകഗാനത്തിന്റെ ഇതാണ് അത് ചെയ്തത്. നമുക്കൊന്ന് ആദ്യം തന്നെ അത് കേൾക്കാം, എന്നിട്ട് അടുത്തതിലേക്ക്. ജയിൽ കുടീരങ്ങളെ, ജയിൽ കുടീരങ്ങളെ, കളവുകളിരമ്പും പാർട്ടി സ്മാരകങ്ങളെ, ഇവിടെ ശതകോടികൾ കക്കുന്നു നിങ്ങളുടെ പാർട്ടി നേതാക്കൾ തൻ ശിങ്കിടി ഗ്രൂപ്പുകൾ. ജയിൽ കുടീരങ്ങളെ, ജയിൽ കുടീരങ്ങളെ, കളവുകളിരമ്പും പാർട്ടി സ്മാരകങ്ങളെ, ഇവിടെ ശതകോടികൾ കക്കുന്നു നിങ്ങളുടെ പാർട്ടി നേതാക്കൾ തൻ ശിങ്കിടി ഗ്രൂപ്പുകൾ. ജയിൽ കുടീരങ്ങളെ. ശബരിഗിരിയിൽ കയറിക്കൂടി സ്വർണ്ണ പാളി കടത്തി, ശബരിഗിരിയിൽ കയറിക്കൂടി സ്വർണ്ണ പാളി കടത്തി. ജനങ്ങൾ കാഴ്ചകളേകും ശബരി നിറഞ്ഞു പാർട്ടി കള്ളന്മാർ, ജനങ്ങൾ കാഴ്ചകളേകും ശബരി നിറഞ്ഞു പാർട്ടി കള്ളന്മാർ. ഭൂപടത്തിലൊരു കളവ് തെളിഞ്ഞു, കോടതി അത് തുടലിട്ടു പിടിച്ചു, ഭൂപടത്തിലൊരു കളവ് തെളിഞ്ഞു, കോടതി അത് തുടലിട്ടു പിടിച്ചു. കയ്യിലിരുമ്പു വിലങ്ങുകൾ തീർത്തു, ജയിലിൽ പുതിയ സഖാക്കൾ നിറഞ്ഞു, കയ്യിലിരുമ്പു വിലങ്ങുകൾ തീർത്തു, ജയിലിൽ പുതിയ സഖാക്കൾ നിറഞ്ഞു. ജയിൽ കുടീരങ്ങളെ. ആന്തൂർ സാജനും നവീൻ ബാബുവും ക്രൂരതയെത്രയായി കണ്ടു നാം. ആന്തൂർ സാജനും നവീൻ ബാബുവും ക്രൂരതയെത്രയായി കണ്ടു നാം. നന്ദകുമാറും ഷാജഹാനും കള്ളക്കേസുകൾ കണ്ടു നാം. നന്ദകുമാറും ഷാജഹാനും കള്ളക്കേസുകൾ കണ്ടു നാം. തിരുവായ്ക്കെതിർവ പറയരുതെന്നൊരു കേരള ഹിറ്റർ ഇനിയും വന്ന, തിരുവായ്ക്കെതിർവ പറയരുതെന്നൊരു കേരള ഹിറ്റർ ഇനിയും വന്ന. അന്നു തീർന്നിടും ജനാധിപത്യം, വേണ്ട ഈ പാർട്ടി സർവാധിപത്യം. അന്നു തീർന്നിടും ജനാധിപത്യം, വേണ്ട ഈ പാർട്ടി സർവാധിപത്യം. ജയിൽ കുടീരങ്ങളെ. കിടപ്പു നിങ്ങളിൽ നൂറ്റാണ്ടുകളുടെ കൊലകൾ എഴുതിയ ക്രൂരതകൾ, കിടപ്പു നിങ്ങളിൽ നൂറ്റാണ്ടുകളുടെ കൊലകൾ എഴുതിയ ക്രൂരതകൾ. കിടപ്പു രക്ഷാ പ്രവർത്തനമേകിയ രക്തക്കറയ
മരുമോനെ മുഖ്യനാക്കുവാൻ. അപ്പൊ അതെന്തിനുദ്ദേശിച്ചിട്ട്? അതായത് സ്വർണ്ണപ്പാളി ചോർത്തിയിട്ട് പിണറായി എന്തിനാ ചെയ്യുന്നത്? മരുമോനും കൂടെ മുഖ്യമന്ത്രിയാക്കാനുള്ള കളികളാണ് നടത്തുന്നത്. അതാണ് സ്വർണ്ണപ്പാളി ചോർത്ത എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്. അതും ഭയങ്കര ഹൈറ്റായി പോയി എന്ന് മാത്രമല്ല പല ചില ഭീഷണികളും കൂടെ വന്നു എനിക്ക്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, എന്തിനാ ഭീഷണിപ്പെടുത്തുന്നത്? അല്ല, നിങ്ങൾ പിണറായിനി മോനെ പറ്റി എഴുതാനുള്ളൂ, വേറെ അതിനെ കുറിച്ച് എഴുതാനില്ലേ? മരുമാനെ കുറിച്ച് ഞാൻ പറഞ്ഞു, അവരല്ലേ വേണ്ടാത്ത വൃത്തികേട് കാണിക്കുന്നത്. നിങ്ങൾ ഏത് പാർട്ടിക്കാരാ? ഞങ്ങൾ CPM ആൾക്കാരാ. കൈ വെട്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വെട്ട് എടുക്കാൻ ആലോചിക്കാൻ പറഞ്ഞു. അതാണ് നമ്മളെ രണ്ടാമത്തെ പാട്ട്. അതും കൂടെ കേട്ടേക്കാം നമുക്ക്. ആയിരം കല്ലുകൾ നാട്ടിടുന്നു നാടാകെ, വോട്ടെല്ലാം എനിക്കേകണേ നിങ്ങൾ മരുമോനെ മുഖ്യനാക്കുവാൻ, മരുമോനെ മുഖ്യനാക്കുവാൻ, മരുമോനെ മുഖ്യനാക്കുവാൻ. ആയിരം കല്ലുകൾ നാട്ടിടുന്നു നാടാകെ, വോട്ടെല്ലാം എനിക്കേകണേ നിങ്ങൾ മരുമോനെ മുഖ്യനാക്കുവാൻ, മരുമോനെ മുഖ്യനാക്കുവാൻ, മരുമോനെ മുഖ്യനാക്കുവാൻ. സുധാകരൻ പോണിൽ പോകട്ടെ, മരുമോനെ മുഖ്യനാക്കുവാൻ. തോമസ് ഐസക്കും പോണിൽ പോകട്ടെ, മരുമോനെ മുഖ്യനാക്കുവാൻ. സുധാകരൻ പോണിൽ പോകട്ടെ, തോമസ് ഐസക്കും പോണിൽ പോകട്ടെ, മരുമോനെ നീ മുഖ്യൻ നാളുമെന്നീരിപ്പു ഞാൻ. മരുമോനെ മുഖ്യനാക്കുവാൻ, മരുമോനെ മുഖ്യനാക്കുവാൻ. വന്നു നീ തന്നു വോട്ടു തന്നെൻ്റെ ജന്മസാഫല്യമേ, വന്നു നീ തന്നു വോട്ടു തന്നെൻ്റെ ജന്മസാഫല്യമേ. ആയിരം കല്ലുകൾ നാട്ടിടുന്നു നാടാകെ, വോട്ടെല്ലാം എനിക്കേകണേ നിങ്ങൾ മരുമോനെ മുഖ്യനാക്കുവാൻ, മരുമോനെ മുഖ്യനാക്കുവാൻ, മരുമോനെ മുഖ്യനാക്കുവാൻ. കല്ലിടൽ മാത്രമുള്ളെന്നോ മരുമോനെ മുഖ്യനാക്കുവാൻ. കാശ് തുള്ളി പോലുമേയില്ലെന്നോ മരുമോനെ മുഖ്യനാക്കുവാൻ. കല്ലിടൽ മാത്രമുള്ളെന്നോ കാശ് തുള്ളി പോലുമേയില്ലെന്നോ, ഉള്ളിലെ കള്ളങ്ങൾ നിങ്ങൾ നാട്ടാരറിഞ്ഞെന്നോ, മരുമോനെ മുഖ്യനാക്കില്ലേ, മരുമോനെ മുഖ്യനാക്കില്ലേ. എന്തിനോർമ്മയിൽ കാത്തുവയ്ക്കുന്നു എൻ്റെ ദുർഭരണം, ഇല്ലേ തരില്ലിനി ഒരു വട്ടം കേരള ജനമേ. ആയിരം കല്ലുമാ ഓടിക്കോളു നാട്ടിന്ന്, നിങ്ങളെക്കാളും മോശമായൊരു മരുമോനെ മുഖ്യനാക്കില്ല, മരുമോനെ മുഖ്യനാക്കില്ല. ഒരു വോട്ടും ഞങ്ങൾ നൽകില്ല, മരുമോനെ മുഖ്യനാക്കില്ല, ഒരു വോട്ടും ഞങ്ങൾ നൽകില്ല. അടുത്ത പാരഡിയാണ് സ്വർണ്ണപ്പാളി ചോർത്തി വിൽക്കാൻ. അതായത് ചന്ദ്രകളഭം, അതൊരു മനോഹരമായ വയലാറിൻ്റെ ഒരു പാട്ടുണ്ട്. അതിനെ ആസ്പദമാക്കി എഴുതിയ പാട്ടാണ് ഈ പാട്ട്.
ഇത് എനിക്കറിയില്ല, പെട്ടെന്നാണ് വൈറലായത്. എൻ്റെ എല്ലാ പാട്ടും വൈറലായി, അതാണ് ഏറ്റവും രസം. ഒരു പാട്ടും വൈറലാവാത്തതില്ല. ഇപ്പം മൊത്തം 10 പാട്ടും വൈറലായി. നമുക്ക് ആ പാട്ടും കൂടെ കേൾക്കാം. സ്വർണ്ണപ്പാളി ചോർത്തി വിൽക്കാൻ ക്ഷേത്രം, ചെമ്പുപാളി മാറ്റിവയ്ക്കാൻ ക്ഷേത്രം, ഈ മനോഹര ക്ഷേത്രത്തിൽ വേണോ ഇനിയൊരു ഭരണം കൂടി, നിങ്ങൾക്കിനിയൊരു ഭരണം കൂടി. സ്വർണ്ണപ്പാളി ചോർത്തി വിൽക്കാൻ ക്ഷേത്രം, ചെമ്പുപാളി മാറ്റിവയ്ക്കാൻ ക്ഷേത്രം, ഈ മനോഹര ക്ഷേത്രത്തിൽ വേണോ ഇനിയൊരു ഭരണം കൂടി, നിങ്ങൾക്കിനിയൊരു ഭരണം കൂടി. ഈ സ്വർണ്ണസുരഭിയാം ക്ഷേത്രത്തിലല്ലാതെ സ്വർണത്തിൻ ശ്രീകോവിലുണ്ടോ? ഈ സ്വർണ്ണസുരഭിയാം ക്ഷേത്രത്തിലല്ലാതെ സ്വർണത്തിൻ ശ്രീകോവിലുണ്ടോ? 18-ാം പടി ദ്വാരപാലക എല്ലാം സ്വർണത്തിലുണ്ടോ? പിണറായി കൊതി തീരും വരെ ഇവിടെ മോഷ്ടിച്ച് ഭരിച്ചവരുണ്ടോ? സ്വർണ്ണപ്പാളി ചോർത്തി വിൽക്കാൻ ക്ഷേത്രം, ചെമ്പുപാളി മാറ്റിവയ്ക്കാൻ ക്ഷേത്രം, ഈ മനോഹര ക്ഷേത്രത്തിൽ വേണോ ഇനിയൊരു ഭരണം കൂടി, നിങ്ങൾക്കിനിയൊരു ഭരണം കൂടി. LDFിൻ ഭരണത്തിലല്ലാതെ അമ്പലം വീഴും ഈകളുണ്ട്. LDFിൻ ഭരണത്തിലല്ലാതെ അമ്പലം വീഴും ഈകളുണ്ടോ? ബിരിയാണി ചെമ്പും ഡോളർ കടത്തും കരിമണൽ വീണയുണ്ടോ? സഖാക്കളെ കടക്കുപുറത്തെന്ന് പറയുന്നു കേരളം കേൾക്കുന്നില്ലേ? സ്വർണ്ണപ്പാളി ചോർത്തി വിൽക്കാൻ ക്ഷേത്രം, ചെമ്പുപാളി മാറ്റിവയ്ക്കാൻ ക്ഷേത്രം, ഈ മനോഹര ക്ഷേത്രത്തിൽ വേണോ ഇനിയൊരു ഭരണം കൂടി, നിങ്ങൾക്കിനിയൊരു ഭരണം കൂടി.
കേട്ടല്ലോ. നമുക്ക് അപ്പൊ 10 പാട്ടുകളും കേരളത്തിൽ ഈ ഇലക്ഷന് വേണ്ടി ഞാൻ തയ്യാറാക്കിയത് കാരണം ഈ ഭരണം മാറേണ്ടത് ജനങ്ങളുടെ ആവശ്യമാണ്. ഇനി ജനങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇന്ന് തന്നെ ഈ പാട്ട് കേട്ട് ഇങ്ങനെ ഇരിക്കല്ല, ഇന്ന് തന്നെ സുഹൃത്തുക്കൾക്ക് അയക്കുക, പിന്നെ അവർ അറിയുന്ന ആൾക്കാർക്ക് അയക്കുക, അവരോട് പറയുന്നത് എല്ലാവർക്കും അയക്കാൻ വേണ്ടി. ഇത് കേരളം മുഴുവൻ ഇത് പ്രചരിക്കണം, അത് കേരളത്തിന് മുഴുവൻ ജനങ്ങൾ കാണണം. അതിന് പ്രേക്ഷകരാണ് വിചാരിക്കേണ്ടത്. പ്രിയപ്പെട്ട പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ പാട്ടുകൾ മുഴുവൻ എല്ലാവർക്കും അയച്ചു കൊടുത്ത് അത് കൃത്യമായിട്ട് അവരെ കൊണ്ട് കേൾപ്പിക്കണം, എല്ലാവരോടും കേൾക്കാൻ പറയണം. എന്നിട്ട് നിങ്ങൾ വോട്ട് ചെയ്യാൻ തീരുമാനിക്കും. ഇന്ന് ഇപ്പോൾ ഉച്ച മുതൽ സമയമുണ്ട്. നാളെ രാവിലെ വരെയുള്ള സമയത്തിൽ എൻ്റെ 7 ആദ്യത്തെ പാട്ടുകളും പിന്നീട് 3 പാട്ടുകളും നിങ്ങൾ കേട്ട ശേഷം അത് എല്ലാവരും തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയക്കുക. അവരോട് പറയാം നിങ്ങളുടെ സുഹൃത്തുക്കളെ അയക്കാൻ വേണ്ടി ഗ്രൂപ്പുകളൊക്കെ ഇടുക. കേരളം മുഴുവൻ വ്യാപിക്കട്ടെ. കാരണം ഇനി ഒരു ഭരണം ഇങ്ങനെ തട്ടിപ്പും വെട്ടിപ്പുമായിട്ടുണ്ടാവരുത്. കൊള്ള ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ഭരണമാണിത്. അത് ഇനി ഉണ്ടാവാൻ പാടില്ല. പിണറായി വിജയൻ എന്ന് പറയുന്ന അധോലോക മാഫിയക്കാരനും ഗ്യാങ്ങും കേരളത്തിൽ നിന്ന് ഓട്ടിക്കേണ്ട കാലം കഴിഞ്ഞു. നമുക്ക് ജനകീയ ഭരണം വരണം. അത് UDF ഇത്തവണ വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.